Hi students, welcome to the session. ബിടെക് KTU ബിടെക്കില് ഫോർത്ത് സെമസ്റ്ററിലെ എല്ലാ ബ്രാഞ്ചസിനും കോമൺ ആയിട്ട് ഒരു സബ്ജക്റ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. അതാണ് നമ്മളിവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഫോർത്ത് മോഡ്യൂളിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ നയൻത് ക്ലാസ് ആണ്, നയൻത് സെഷനാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫോർത്ത് മോഡ്യൂളാണ്. ഓക്കെ, ഓരോ മോഡ്യൂളും പല പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തതാണ്. ഇതിന് മുമ്പുള്ള എല്ലാ ക്ലാസ്സസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവര് അത് കാണുക. ഓക്കെ, നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്, ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ പറ്റിയാണ്. എന്താണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ? നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം ഓഫ് സ്റ്റേറ്റില് മെയിൻ ആയിട്ടുള്ള പ്രീ എമിനന്റ് അല്ലെങ്കിൽ സെൻട്രൽ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഇതാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ പഠിച്ചതുപോലെ നമുക്ക് അത് കണ്ടവർക്ക് മനസ്സിലാവും. നമ്മൾ ഇവിടെ ഒരു തിയറി സബ്ജക്റ്റ് ആയതുകൊണ്ട് മെയിൻ ആയിട്ട് നമ്മൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നതിന് മെയിൻ ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതുവാണെങ്കിൽ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ പറയേണ്ടത് ഏതൊക്കെയാണ് ആർട്ടിക്കിൾ ഹോൾഡ് ചെയ്യുന്നതും അതുപോലെ ഏത് പാർട്ടാണ് എന്നുള്ളതൊക്കെയാണ്. അപ്പം ഇവിടെ ഈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 168 to 212 അതുപോലെ തന്നെ അതിന്റെ പാർട്ട് 6 ആണ്. ഈ ആർട്ടിക്കിളാണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഈ ആർട്ടിക്കിളും ഈ പാർട്ടുമാണ് ഡീൽ ചെയ്യുന്നത് എന്തിന്റെ? ഈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ. അതായത് അതിന്റെ ഓർഗനൈസേഷൻ, കോമ്പോസിഷൻ, ഡ്യൂറേഷൻ, ഓഫീസേഴ്സ്, പ്രൊസീജിയേഴ്സ്, പ്രിവിലേജസ്, പവർ ആൻഡ് സോ ഓൺ. ഇതെല്ലാം ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 168 to 212 ആണ് പാർട്ട് 6-ലെ. ഓക്കെ, ഇനി ഈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്? ഗവർണർ ആൻഡ് ലെജിസ്ലേച്ചർ. ഗവർണറും ഉണ്ട്, ലെജിസ്ലേച്ചറും ഉണ്ട്. പക്ഷേ ചില സ്റ്റേറ്റ്സിൽ എല്ലാ സ്റ്റേറ്റും ഒരുപോലെ അല്ല. ചില സ്റ്റേറ്റില് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ 2 ഹൗസസ് ഉണ്ടാവും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഹൗസസ്. ഏതൊക്കെയായിരിക്കും? ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാവും, അതുപോലെ ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ടാവും. അതായത് ബൈ കാമറലാണ്. പക്ഷേ വേറെ പല സ്റ്റേറ്റിലും എങ്ങനെയാണ്? ഒറ്റ കൗൺസിലേ ഉണ്ടാവുള്ളൂ, ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെ നമുക്ക് യൂണിക് കാമറൽ എന്ന് പറയാം. ഇതാണ് മെയിൻ ആയിട്ട് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയാം. നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 168 to 212 പാർട്ട് 6 ആണ്. അതിലാണ് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതായത് പവർ, കോമ്പോസിഷൻ, ഡ്യൂറേഷൻ, ഓഫീസേഴ്സ്, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും. ഇനി സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ അകത്ത് എന്തൊക്കെയാണുള്ളത്? ഗവർണറും ഉണ്ട്, ലെജിസ്ലേച്ചറും ഉണ്ട്, അല്ലെ? ഇനി ചില സ്റ്റേറ്റിൽ എങ്ങനെയാണ്? 2 എണ്ണം ഉണ്ടാവും, 2 ഹൗസസ് ഉണ്ടാവും. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാവും, ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ടാവും. പക്ഷെ ചില സ്റ്റേറ്റിൽ എങ്ങനെയാണ്? ഒറ്റ ഹൗസ് ഉണ്ടാവുള്ളൂ, ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രം. ഓക്കെ, ഇനി ഇതിന്റെ അകത്തുള്ള ക്വാളിഫിക്കേഷൻ, ഈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പർഷിപ്പ് കിട്ടാനുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നമുക്കറിയാം, അല്ലെ? എങ്ങനെ പിടിച്ചാലും നമ്മൾ പറഞ്ഞു ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയപ്പോൾ ഫസ്റ്റ് വൺ, ഹി മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഒരു ഓത്ത്, അല്ലെ, ഒരു പ്രതിജ്ഞ എടുത്തിരിക്കണം. ഹി മസ്റ്റ് മേക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ആൻ ഓത്ത് ഓർ അഫർമേഷൻ ബിഫോർ ദ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദ ഇലക്ഷൻ കമ്മീഷൻ. ഇതിനു വേണ്ടിയുള്ള ഒരു ഓത്ത് എടുത്തിരിക്കണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഹി മസ്റ്റ് നോട്ട് ബി ലെസ് ദാൻ 30 years ഓഫ് ഏജ് ഇൻ കേസ് ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണെങ്കിൽ അതിന്റെ ഇയർ എത്രയായിരിക്കണം? മസ്റ്റ് ബി നോട്ട് ലെസ് ദാൻ 30 years. അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെങ്കിലും 25 years. ഈ ഏജ് ക്രൈറ്റീരിയ നോക്കിയിരിക്കണം. പിന്നെ ഹി മസ്റ്റ് പോസസ് അതർ ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ് ബൈ പാർലമെന്റ്. പാർലമെന്റിന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അങ്ങനത്തെയുള്ള എല്ലാ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ മെമ്പർഷിപ്പ് പറ്റുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തേതായിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ കുറച്ച് അഡീഷണൽ ക്വാളിഫിക്കേഷൻ വേണം. അത് എപ്പോഴുള്ളതാണ്? റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ഇൻ 1951 എന്ന് പറഞ്ഞാൽ 1951 ഒരു ആക്ട് ആണ്, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്. അതനുസരിച്ചുള്ള ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. എ പേഴ്സൺ എലക്റ്റഡ് ടു ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ മസ്റ്റ് ബി ആൻ എലക്ടർ ഫോർ ആൻ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ ദ കൺസേൺ സ്റ്റേറ്റ്. ആ പർട്ടിക്കുലർ സ്റ്റേറ്റിൽ എവിടെയെങ്കിലും ഒരു മെമ്പർ ആയിരിക്കണം എന്നുള്ളത്. ഹി മസ്റ്റ് ബി എ റെസിഡന്റ്, അവിടെ താമസിക്കുന്ന ഒരു ആളുമായിരിക്കണം. ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് വഴി നമ്മൾക്ക് കിട്ടിയ അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ടു ബി എലക്റ്റഡ് ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി എ പേഴ്സൺ മസ്റ്റ് ബി രജിസ്റ്റേർഡ് വോട്ടർ ഇൻ ദ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിലെ പെർട്ടിക്കുലർ വോട്ടർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എലക്ട് ചെയ്യപ്പെടാൻ പറ്റുള്ളൂ. He must be a member of scheduled caste or tribe in order to run for a seat designated for them. അല്ലെ, നമുക്കറിയാം SC-ക്കും ST-ക്കും ആയിട്ട് സെപ്പറേറ്റ് സീറ്റ് ഉണ്ട്. അതാണെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയയിൽ വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് ആ സീറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ക്വാളിഫിക്കേഷൻസ് ഓഫ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ?
നമ്മൾ ആദ്യം ഇപ്പൊ പറഞ്ഞത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ്, അതിന്റെ ആർട്ടിക്കിളും പാർട്ടും പറയുക, അതുപോലെ അതിന്റെ അകത്ത് എന്തൊക്കെയുണ്ട് ബൈ ക്യാമറൽ സിസ്റ്റത്തിന്റെയും കാര്യം യൂണിക് ക്യാമറൽ സിസ്റ്റത്തിന്റെയും കാര്യം പറയാ, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അതുപോലെ തന്നെ ഓത്ത് സ്വീകരിച്ചിട്ടുണ്ടായിരിക്കണം, ഏജിന്റെ കാര്യം പറയണം, അതുപോലെ തന്നെ നമുക്ക് അഡീഷണൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിളിന് വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ അവിടെയുള്ള വോട്ടർ ആയിരിക്കണം, അതുപോലെ തന്നെ നമ്മൾ SC/ST ഇത് എടുക്കുവാണെങ്കിൽ എന്താ നമ്മൾ അതിൻ്റെ അകത്തുള്ളതായിരിക്കണം. SC അല്ലെങ്കിൽ ST ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ പർട്ടിക്കുലർ സീറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പൊ അടുത്ത എന്താണ് ഓത്ത് അല്ലെങ്കിൽ അഫർമേഷൻ. ഓക്കെ, ഫസ്റ്റ് വൺ. നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് ഓത്ത് അല്ലെങ്കിൽ അഫർമേഷൻ. ഈ ഓത്ത് അല്ലെങ്കിൽ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ എവറി മെമ്പർ ഓഫ് ഐദർ ഹൗസ് ഹാസ് ടു മേക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻ ഓത്ത് ഓർ അഫർമേഷൻ ബിഫോർ ദ ഗവർണർ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഏത് ഹൗസിലാണെങ്കിലും അവിടെയുള്ളവർ എന്തായിരിക്കണം, ഒരു ഓത്ത് അല്ലെ, നമ്മൾ സത്യപ്രതിജ്ഞ എടുത്തല്ലേ നമ്മളെല്ലാം ഈ MLA മാരും എല്ലാരും സെലക്ട് ചെയ്യപ്പെടുന്ന എങ്ങനെയായിരുന്നു, സത്യപ്രതിജ്ഞ എടുത്തിട്ടല്ലേ. അപ്പൊ അതിനെയാ പറഞ്ഞ് എവറി മെമ്പർ ഓഫ് ഐദർ ഹൗസ് ഹാസ് ടു മേക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻ ഓത്ത് ഓർ അഫർമേഷൻ അല്ലെ. ഇനി ഈ ഓത്ത് ആൻഡ് അഫർമേഷന് വേണ്ടിയുള്ളത് ടു ബിയർ ട്രൂ ഫെയ്ത്ത് ആൻഡ് അലിഗൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കും എന്നുള്ളത്, അതനുസരിച്ച് ഡീൽ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് രണ്ടാമത്തത്, ടു അപ്ഹോൾഡ് സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് നമ്മൾ ഓത്തിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. ഇതിലെന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 160 to 212 നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇത് തന്നെയാണ് പാർട്ട് 6ന്റെ അകത്ത് വരുന്നത് തന്നെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ. ഈ ബാക്കി ഡീൽ ചെയ്യുന്നില്ല. ഇനിയുള്ളത് നമ്മൾ മെയിൻ ആയിട്ട് അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഡിസ്ക്വാളിഫിക്കേഷൻ. ഈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെയും അതുപോലെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 വഴി എങ്ങനെ നമുക്ക് ഡിസ്ക്വാളിഫൈ ആക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് തന്നെ ആലോചിച്ചാൽ പറയുന്നല്ലോ എങ്ങനെയാണ് ഡിസ്ക്വാളിഫിക്കേഷൻ ആക്കാൻ പറ്റുന്നത്. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ദ മെമ്പർഷിപ്പ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണെങ്കിൽ അതിന്റെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 191 ആണ്. ഓക്കെ, ഈ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ എങ്ങനെ ഡിസ്ക്വാളിഫൈ ചെയ്യാം, എന്തെങ്കിലും ക്രൈം ചെയ്യണമെന്നോ അല്ലെ, അതുപോലെ തന്നെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ പറയുന്ന കാര്യങ്ങൾ അല്ലാത്ത രീതിയിൽ അല്ലെ, അങ്ങനെ ഇല്ലെങ്കിൽ എന്തെങ്കിലും നല്ല മാനസികാവസ്ഥ അല്ലാത്തത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പറയുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് വൺ എന്താ പറയുന്നത്, ഇഫ് ഹി ഹോൾഡ്സ് എനി ഓഫീസ് ഓർ പ്രോഫിറ്റ് അണ്ടർ ദ യൂണിയൻ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിലുള്ള എവിടെയെങ്കിലും വർക്ക് ചെയ്യുവാണെങ്കിൽ ഹി കാൺ ബി, നമുക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇഫ് ഹി ഈസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ആൻഡ് സ്റ്റാൻഡ് സോ ഡിക്ലെയർഡ് ബൈ ദ കോർട്ട്. അപ്പൊ കോടതി വഴി എന്താണ് ഒരു മാനസിക പ്രശ്നമുള്ള ആളാണ് എന്ന് തെളിയിക്കപ്പെടുവാണെങ്കിൽ എന്താ നമുക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഹി ഈസ് നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആൻഡ് ഹാസ് വോളണ്ടറിലി അക്വയർഡ് ദ സിറ്റിസൺഷിപ്പ് ഓഫ് എ ഫോറിൻ സ്റ്റേറ്റ്. നമുക്ക് ഫോറിൻ സ്റ്റേറ്റിന്റെ എന്തെങ്കിലും സിറ്റിസൺഷിപ്പ് ആണുള്ളത്, നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇത് തന്നെയല്ലേ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പോലെ ഫസ്റ്റ് ഓൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം അല്ലെ എന്നുള്ളത്. ഇനി എന്താ ഈ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിളിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിലെ ഡിസ്ക്വാളിഫിക്കേഷന്റെ കുറച്ച് കാര്യങ്ങളാണ്. ഹി മസ്റ്റ് നോട്ട് ഹാവ് ബീൻ ഫൗണ്ട് ഗിൽറ്റി ഓഫ് സർട്ടൻ ഇലക്ഷൻ ഓഫൻസസ്. എന്തെങ്കിലും ഇലക്ഷൻ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു കുറ്റം അല്ലെങ്കിൽ കറപ്ഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഹി മസ്റ്റ് നോട്ട് ഹാവ് ബീൻ കൺവിക്റ്റഡ് ഫോർ എനി ഒഫൻസ് റിസൾട്ടിങ് ഇൻ ഇംപ്രസ്മെന്റ് അല്ലെ, ഒരു വട്ടം പോലും ജയിലിൽ 2 വർഷം, ഒരു വട്ടം പോലും എന്നല്ല 2 or more years ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളവരാവരുത്. ഓക്കെ, ഹി മിസ് നോട്ട് ഹാവ് ഫെയിൽ ടു ലോഡ്ജ് ആൻ അക്കൗണ്ട്. നമ്മുടെ ഇലക്ഷൻ എക്സ്പെൻസസിന്റെ സമയത്തൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യണം അല്ലെ, നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ വരുമാനത്തിന്റെ കാര്യങ്ങളും ഒക്കെ അല്ലെ, അപ്പൊ അതൊന്നും ചെയ്യാതിരിക്കാൻ പാടില്ല. പിന്നെ ഹി മസ്റ്റ് നോട്ട് ഹാവ് എനി ഇൻട്രസ്റ്റ് ഇൻ ഗവൺമെന്റ് കോൺട്രാക്ട്സ് വർക്ക്സ് ഓർ സർവീസ്. അങ്ങനത്തെ കാര്യങ്ങൾ ഗവൺമെന്റിന്റെ കോൺട്രാക്റ്റുകളോ അങ്ങനത്തെ ഒരു ഇതിലും ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, പിന്നെ he must not be a director or managing agent nor hold an office or profit in corporation in which government has at least 25% share. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ യൂണിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിൽ പാടില്ല. അതുപോലെ തന്നെ 25% ഗവൺമെന്റ് ഷെയർ ഉള്ള ഒരു കമ്പനിയിലും ഡയറക്ടർ അല്ലെങ്കിൽ മാനേജർ ഓഫീസർ ആയിട്ടിരിക്കാൻ പാടില്ല. പിന്നെ ഗവൺമെന്റ് സർവീസിൽ ഒരു കറപ്ഷൻ അല്ലെങ്കിൽ ഡിസ്ലോയൽറ്റി ടു ദ സ്റ്റേറ്റ് ഉണ്ടാവാൻ പാടില്ല. പിന്നെന്താണ്, ഹി മസ്റ്റ് നോട്ട് ഹാവ് ബീൻ കൺവിക്റ്റഡ് ഫോർ പ്രൊമോട്ടിംഗ് എനിമിറ്റി ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓർ ഒഫൻസ് ഓഫ് ബ്രൈബറി. ബ്രൈബറിയിൽ അങ്ങനത്തെ ഒരു കേസിലും പെടാൻ പാടില്ല അല്ലെ. അങ്ങനത്തെ ഒരു പ്രശ്നത്തിലും ഒരു എന്താണ് ഡിഫറെന്റ് ഗ്രൂപ്പ്സുമായിട്ടുള്ള പ്രശ്നങ്ങളോ അതുപോലെ തന്നെ ബ്രൈബറി കേസിലോ അങ്ങനെ ഒന്നിലും ഒഫൻസ് ഉണ്ടാവാൻ പാടില്ല. ഹി മസ്റ്റ് നോട്ട് ഹാവ് ബീൻ പണിഷ്ഡ് ഓർ പ്രീച്ചിങ് ഓൺ പ്രാക്ടീസിങ് സോഷ്യൽ ക്രൈംസ്, അതായത് എന്താ ഡൗറി വാങ്ങിക്കുക അല്ലെങ്കിൽ സതി അൺടച്ചബിലിറ്റി, ഇങ്ങനത്തെ ഒരു കേസിലും പെടാൻ പാടില്ല. On the question whether a member has become subject of any above disqualification, governor decision is
ഫൈനൽ. അപ്പൊ ഇതിൽ എന്തെങ്കിലും കേസിൽ അവരെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ഗവർണറിന്റെ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ ആയിരിക്കും, നമുക്ക് അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന പോയിന്റ്സ് തന്നെയാണ് അല്ലെ. നമുക്ക് ഇന്ത്യൻ സിറ്റിസൺ ആവണം എന്നുള്ളത് നമ്മൾ ക്വാളിഫിക്കേഷനിൽ പഠിച്ചത്. അപ്പൊ അതല്ലാത്ത രീതിയിൽ നമുക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പഠിച്ചത് എന്തായിരുന്നു? ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും അതുപോലെ ഡിസ്ക്വാളിഫിക്കേഷൻ ഇൻ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 അല്ലെ. നമ്മൾ ഒരെണ്ണം ക്വാളിഫിക്കേഷൻ മെയിൻ ആയിട്ട് പഠിച്ചാൽ നമുക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ എഴുതാൻ പറ്റും. അപ്പൊ ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് യൂണിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിൽ ഉണ്ടാകാൻ പാടില്ല. അൺസൗണ്ട് മൈൻഡ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ സിറ്റിസൺഷിപ്പ് ആയിരിക്കണം. ഇവിടെ എന്തായിരുന്നു? നമുക്ക് ഇലക്ഷൻ ഒഫൻസസ്, അതുപോലെ തന്നെ എന്താണ് എന്തെങ്കിലും ഒഫൻസ് 2 വർഷത്തിൽ കൂടുതൽ ഇംപ്രിസൺമെന്റ്, അതുപോലെ തന്നെ നമ്മുടെ ഇലക്ഷൻ എക്സ്പെൻസസ് കോൺട്രാക്ട് ലോഡ് ചെയ്യാൻ പറ്റാത്തത്, പിന്നെ 24% ഷെയർ അല്ലെ, ഗവൺമെന്റിന്റെ ഷെയർ ഉള്ളിടത്ത് മാനേജിംഗ് ഡയറക്ടർ ഒന്നും ആവാൻ പാടില്ല, ബ്രൈബറി കേസ്, അൺടച്ചബിലിറ്റി, ഡൗറി, സതി, ഇങ്ങനത്തെ ഏതെങ്കിലും കേസിൽ വരുവാണെങ്കിൽ എന്താ നമുക്ക് ഗവർണറിന്റെ ഡിസിഷൻ ഫൈനൽ ആയിരിക്കും, ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് അവിടെ പറയുന്നത്. ഇനിയുള്ളതെന്ന് വെച്ചാൽ ഒരു പോയിന്റ് കൂടെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതായത് ഗവൺമെന്റ് ഷുഡ് ഒബ്റ്റെയിൻ ദ ഒപ്പീനിയൻ ഓഫ് ദ ഇലക്ഷൻ കമ്മീഷൻ. ആർട്ടിക്കിൾ 192 പ്രകാരം ഗവർണറിന് തന്നെ തീരുമാനം എടുക്കുമല്ല, ഇലക്ഷൻ കമ്മീഷനുമായിട്ട് തീരുമാനിച്ചിട്ടാണ് ഇത് ഈ എങ്ങനെയാണ് ഡിസ്ക്വാളിഫൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുന്നത്. ഓക്കെ, ഇനി ഡിസ്ക്വാളിഫിക്കേഷൻ ഓൺ ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷൻ. ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ 10th പ്രൊവിഷൻ ഓഫ് 10th ഷെഡ്യൂൾ വഴിയാണ് നമുക്ക് പറയുന്നത്. ദ ക്വസ്റ്റ്യൻ ഓഫ് ഡിസ്ക്വാളിഫിക്കേഷൻ അണ്ടർ ദ 10th ഷെഡ്യൂൾ ഈസ് ഡിസൈഡഡ് ബൈ സ്പീക്കർ ഇൻ കേസ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ചെയർമാൻ ഇൻ കേസ് ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അതായത് നമുക്ക് ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷൻ വഴി, അതായത് നമുക്ക് നമ്മുടെ സ്പീക്കർ ആണ്, ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെങ്കിൽ സ്പീക്കറും, ചെയർമാൻ ആണ്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണെങ്കിലും ചെയർമാൻ ആണ്, അതാണ് ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യുന്നത്. ഏത് ഷെഡ്യൂൾ പ്രകാരമാണ്? 10th ഷെഡ്യൂൾ പ്രകാരമാണ്. ഓക്കെ, in 1992, the Supreme Court ruled that decision of chairman or speaker is subjected to judicial review. 1992 നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുപ്രീം കോർട്ട്. ഓക്കെ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂയിലേക്ക് സബ്ജക്ട് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമ്മുടെ 3 തരത്തിലുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത നമ്മൾ പറയാൻ പറ്റുന്നത് സീറ്റ് വെക്കേഷൻ അല്ലെ. വേക്കൻസി, എന്തെങ്കിലും സീറ്റിന്റെ വേക്കൻസി ഉണ്ടാകുന്നത് എപ്പോഴൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലാണെങ്കിലും ലെജിസ്ലേറ്റീവ് കൗൺസിലാണെങ്കിലും അസംബ്ലിയിലാണെങ്കിലും ഒരു വേക്കൻസി ഓഫ് സീറ്റ് എപ്പോഴാണ് ഉണ്ടാവുന്നതാണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ മെമ്പർഷിപ്പ് അല്ലെ. ഒരാൾക്ക് തന്നെ 2 ഹൗസിലും മെമ്പർഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം മാറ്റാൻ പറ്റും, അപ്പൊ ഒരു വേക്കൻസി ഉണ്ടാവും. അതുപോലെ തന്നെ ഡിസ്ക്വാളിഫിക്കേഷൻ, നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ ഡിസ്ക്വാളിഫിക്കേഷന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലേ. ഇങ്ങനെ ഏതെങ്കിലും ഒരു കേസിൽ ഡിസ്ക്വാളിഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ സീറ്റ് വേക്കന്റ് ആയിരിക്കും. അതുപോലെ റെസിഗ്നേഷൻ, നമ്മുടെ ഏതെങ്കിലും ഒരു വ്യക്തി റിസൈൻ ചെയ്യുവാണെങ്കിൽ, നമ്മുടെ സ്പീക്കറിന് അല്ലെങ്കിൽ ചെയർമാന് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്ത് റിസൈൻ ചെയ്യുവാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? വേക്കൻസി ഓഫ് സീറ്റ് ഉണ്ടാവും. അതുപോലെ ആബ്സെൻസ്, നമുക്കറിയാം, നമുക്ക് ഇവിടെ ജസ്റ്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞ് ഫോം ചെയ്ത് വെറുതെ ഇരിക്കുവല്ല അല്ലെ. അവർക്ക് ഫ്രീക്വന്റ് ആയിട്ട് മീറ്റിംഗ്സ് ഉണ്ടാവും. അപ്പൊ 60 days വിത്തൗട്ട് ഓതറൈസേഷൻ ആയിട്ട് ഈ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ അറിയിക്കാതെ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അത് എത്രയാണ്? 60 days നമുക്ക് എന്താണ് അവരെ നമുക്ക് പിരിച്ചുവിടാൻ പറ്റും. അപ്പൊ അവിടെ വെക്കേഷൻ ഓഫ് സ്റ്റേറ്റ് ഉണ്ടാകും. ഓക്കെ, അതർ കേസസ് ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, എ മെമ്പർ മസ്റ്റ് റിസൈൻ ഫ്രം ഐദർ ഹൗസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇഫ് ഹിസ് election is deemed void by a court. നമ്മുടെ കോടതി election എന്തെങ്കിലും കാരണം കൊണ്ട് ആ election മാറ്റി വെക്കുവാണെങ്കിൽ, election ആ elect ചെയ്തതിനെ പറ്റി ഒരു കോടതി അനുവദിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ആ സീറ്റ് വേക്കന്റ് ആയി തന്നെ കിടക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് വെക്കേഷൻ ഓഫ് സ്റ്റേറ്റിന്റെ കാര്യം, വെക്കേഷൻ ഓഫ് സീറ്റ്സിന്റെ കാര്യം നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് ഇതാണ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ്. അപ്പൊ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു, അതിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, പിന്നെ ഡിസ്ക്വാളിഫിക്കേഷൻ പറഞ്ഞു, വെക്കേഷൻ ഓഫ് സീറ്റ്സും പറഞ്ഞു. ക്ലിയർ ആണല്ലോ. ഓക്കെ, നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ജുഡീഷ്യറിയാണ് അല്ലെ. സെൻട്രൽ ജുഡീഷ്യറി നമ്മൾ പറഞ്ഞായിരുന്നു, സുപ്രീം കോടതിയൊക്കെ സുപ്രീം കോർട്ടൊക്കെ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവര് ജസ്റ്റ് പഠിക്കുക, അത് ക്ലാസ് കാണുക. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് ജുഡീഷ്യറി. സ്റ്റേറ്റ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അവിടെ പഠിച്ചവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇനി നമ്മുടെ ഇന്ത്യയില് ഒരു ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ആണ് അല്ലെ. നമുക്ക് മൊത്തത്തിൽ നമുക്ക് ഫസ്റ്റ് എന്താ ഉള്ളത്? സുപ്രീം കോർട്ട് ഉണ്ട്, പിന്നെ ഹൈക്കോർട്ട് ഉണ്ട്, പിന്നെന്താ അല്ലാതെ കുറച്ച് സുപ്രീം കോടതി സബോർഡിനേറ്റ് കോർട്സ് ഉണ്ട് അല്ലെ.
അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നാണ് നമുക്കൊരു ഇന്റഗ്രേറ്റഡ് കോർട്ട് എന്ന് പറയാൻ പറ്റും. ഏതൊക്കെയായിരുന്നു? സുപ്രീം കോർട്ട് ഉണ്ട്, ഹൈക്കോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ സബോർഡിനേറ്റ് കോർട്സ് ഉണ്ട്. ഇനി നമ്മുടെ സ്റ്റേറ്റില് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കോർട്ട് ഏതാണ് വരുന്നത്? ഹൈക്കോർട്ടാണ്. അപ്പൊ അതാണ് മെയിൻ ഹൈറാർക്കിയിൽ വരുന്ന ഹൈക്കോർട്ട്. അതിനുശേഷം നമ്മുടെ സബോർഡിനേറ്റ് കോർട്സ് ഉണ്ട്. അപ്പൊ ഇതിനെ പറ്റിയാണ് നമ്മൾ ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ സ്റ്റേറ്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ആർട്ടിക്കിൾ നമ്മളിപ്പോ നേരത്തെ എല്ലായിടത്തും പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 214 to 231 ആണ്. അതും ഏത് പാർട്ടിലാണ്? പാർട്ട് 6ലാണ്. ഏതാണ് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 214 to ആർട്ടിക്കിൾ 231 പാർട്ട് 6ലാണ് ഉള്ളത്. അപ്പൊ അതിലാണ് എല്ലാം ഡീറ്റെയിൽസ്, ഇൻഡിപെൻഡൻസ്, ഓർഗനൈസേഷൻ, ജുറിസ്ഡിക്ഷൻ, പവേഴ്സ്, പ്രൊസീജിയർ എല്ലാം ഉള്ളത് ഏത് ആർട്ടിക്കിളാണ്? 214 to 231. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഏതാണ്? ഹൈക്കോർട്ട് ആണല്ലോ. ഇനി ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ എ ഹൈക്കോർട്ട് ഫോർ ഈച്ച് സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് the Seventh Amendment Act of 1956 authorized the Parliament to establish a common high court for two or more state and a union territory. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? ഓരോ സ്റ്റേറ്റിനും ഓരോ ഹൈക്കോടതിയാണ്. പക്ഷേ ചില കേസിൽ നമുക്ക് എന്താ നമ്മുടെ 7th അമെന്റ്മെന്റ് 1956 7th അമെന്റ്മെന്റ് ആക്ട് വഴി നമ്മുടെ പാർലമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചില സ്റ്റേറ്റുകൾക്ക് ഒറ്റ ഹൈക്കോടതിയും അതുപോലെ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിക്കും കൂടെ ഒറ്റ ഹൈക്കോടതിയാക്കി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. Okay, and the constitution does not specify the strength of a high court and leave it to the discretion of the president. President തീരുമാനിക്കാം ഏതൊക്കെ തമ്മിൽ ഒറ്റ ഹൈക്കോടതി ആക്കണം എന്നുള്ളത്. അത് സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊന്നുമല്ല. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ മറ്റേ സുപ്രീം കോർട്ട് ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. നമ്മൾ അവിടെ പറഞ്ഞതും ഫസ്റ്റ് വൺ അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസ് അല്ലെ. ഇവിടെ നമ്മൾ എന്താണ് ഹൈക്കോടതിയിലും ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്. ചീഫ് ജസ്റ്റിസ് ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ് കൺസേൺ. അപ്പൊ നമ്മുടെ കൺസേൺഡ് സ്റ്റേറ്റിന്റെ ഗവർണറും അതുപോലെ തന്നെ ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസുമായിട്ട് കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് പ്രസിഡന്റ് നമ്മുടെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റും അല്ലെ. എന്താണ് ക്വാളിഫിക്കേഷൻ? ഹി ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അതിന് ഡൗട്ട് ഒന്നുമില്ലല്ലോ. He should have held a judicial office in the territory of India for 10 years. ഇന്ത്യയിൽ 10 വർഷം അല്ലെങ്കിൽ ഹൈക്കോർട്ടിൽ ഏതെങ്കിലും ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആയിട്ട് 10 വർഷം ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ, ജഡ്ജസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്വാളിഫിക്കേഷൻ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എന്താണ്? ജുറിസ്ഡിക്ഷൻ ആൻഡ് പവർ. എന്തൊക്കെയാണ് ഹൈക്കോർട്ടിന്റെ പവർ എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഹൈക്കോർട്ടിന്റെ പവർ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഫസ്റ്റ് വൺ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ. ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് വൺ നമുക്ക് ഹൈക്കോർട്ടിലേക്ക് വരുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. ടു ഹിയർ ദ ഡിസ്പ്യൂട്ട്സ് ഇൻ ഫസ്റ്റ് ഇൻസ്റ്റൻസ്. അപ്പീല് പോയി വരാതെ ഡയറക്റ്റ് ആയിട്ട് ഹൈക്കോടതി വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തത് റിറ്റ്. റിറ്റ് എന്താ നമുക്ക് അറിയാലോ അല്ലെ. നമ്മൾ പല റിറ്റുകളും പഠിച്ചിട്ടുണ്ട്. ഹെർബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെറിഷറി, കോവാറന്റും അല്ലെ. ഈ 5 റിട്ടും പുറപ്പെടുവിക്കാൻ പറ്റുന്ന ആർട്ടിക്കിൾ 226 വഴി അല്ലെ ഹൈക്കോടതിക്ക് പുറപ്പെടുവിക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ റിറ്റ് ജുറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെന്താ? ഹൈക്കോർട്ട് ക്യാൻ ഇഷ്യൂ റിറ്റ് ടു എനി പേഴ്സൺ, അതോറിറ്റി ആൻഡ് ഗവൺമെന്റ് not only within its territorial jurisdiction but also outside its territorial jurisdiction. അപ്പം ഈ റിട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നത് എന്താ? മൊത്തത്തിൽ അല്ലെ, മൊത്തത്തിലുള്ള രീതിയിൽ ആ ടെറിട്ടറിക്ക് അകത്ത് മാത്രമല്ലാതെ അതിന് പുറമെ ഉള്ളവർക്കും നമുക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്ക് പറ്റും. അതുപോലെ തന്നെ എന്താ? അപ്പീലേറ്റ് ജുറിസ്ഡിക്ഷൻ അല്ലെ. കീഴ്ക്കോടതിയിൽ നിന്ന് സബോർഡിനേറ്റ് കോടതിയിൽ നിന്ന് എന്തെങ്കിലും അപ്പീൽ ആയിട്ടുള്ള കേസുകൾ വരുവാണെങ്കിൽ അതും നമുക്ക് എവിടെ ചെയ്യാൻ പറ്റും? ഹൈക്കോടതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ജുറിസ്ഡിക്ഷൻ, ഹൈക്കോർട്ടിന്റെ കാര്യം, അതിന്റെ ജുറിസ്ഡിക്ഷൻ ആൻഡ് പവേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഹൈക്കോർട്ടിന്റെ കേസിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? നമ്മുടെ ആക്ട് അല്ലെ 256 ആക്ട് സാധാരണ ഓരോ സ്റ്റേറ്റിനും ഓരോ ഹൈക്കോർട്ട് എന്നുള്ള രീതിയിലാണ്. പക്ഷെ 7th അമെന്റ്മെന്റ് ആക്ട് വഴി നമുക്ക് എന്താ ചില സ്റ്റേറ്റ്സ് ഒരുമിച്ച് നമുക്ക് ഒറ്റ കോമൺ ഹൈക്കോർട്ട് ആക്കാൻ പറ്റും. അതിൽ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്. ആരൊക്കെയായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷമാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ് അല്ലെ. അപ്പൊ ആ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, അതുപോലെ തന്നെ
ടെറിട്ടറി ഓഫ് ഇന്ത്യയിൽ 10 വർഷം ജുഡീഷ്യൽ ഓഫീസർ ആയിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആയിട്ട് 10 വർഷം. ജുറിസ്ഡിക്ഷൻ ആൻഡ് പവർ ഏതൊക്കെയായിരുന്നു? ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ അല്ലെ മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ റിട്ട് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഏതാണ്? 226. പിന്നെന്തുണ്ട്? അപ്പീലേറ്റ് ജുറിസ്ഡിക്ഷൻ. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഇനിയുള്ളത് സൂപ്പർവൈസറി ജുറിസ്ഡിക്ഷൻ. സൂപ്പർവൈസറി ജുറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? A high court has the power of superintendency over all courts and tribunal function in its territorial jurisdiction. നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ കീഴ്ക്കോടതിയിലുള്ള എല്ലാ കാര്യങ്ങളെയും സൂപ്പർവൈസ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? നമ്മുടെ ഹൈക്കോടതിക്കുണ്ട്. അതുപോലെ തന്നെ അതിനെ തന്നെ നമ്മൾ പറഞ്ഞ കൺട്രോൾ ഓവർ സബോർഡിനേറ്റ് കോർട്സ് അല്ലെ. പിന്നെന്താണ്? എ കോർട്ട് ഓഫ് റെക്കോർഡ്. നമ്മൾ സുപ്രീം കോർട്ടിന്റെ കാര്യം ഇപ്പം പറഞ്ഞപ്പോഴും ആ കോർട്ട് ഓഫ് റെക്കോർഡ് എന്നുള്ള കാര്യം പറഞ്ഞു. കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുകയും ഒരു മെമ്മറി അല്ലെങ്കിൽ ടെസ്റ്റിമോണിലാക്കാൻ വേണ്ടി റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. Judicial review is the power of a high court to examine the constitutionality of legislative, enactment and executive of orders of both central and state government. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണോ എന്നുള്ള ഒരു ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? ഹൈക്കോടതിക്കുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ട് ജുറിസ്ഡിക്ഷൻ ആൻഡ് പവർ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇല്ലാത്തൊരു ജസ്റ്റ് ക്ലാസ് ഒന്നുകൂടെ കേൾക്കാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എന്തൊക്കെയാണ്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും പറഞ്ഞു, അതുപോലെ തന്നെ സ്റ്റേറ്റ് ജുഡീഷ്യറിയും പറഞ്ഞു. സ്റ്റേറ്റ് ജുഡീഷ്യറിക്കകത്ത് മെയിൻ ആയിട്ട് ഹൈക്കോർട്ടാണ് പറഞ്ഞത്, സുപ്രീം കോർട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ കാണുക, അപ്പം ഓക്കെ ആയിക്കോളും. ഓക്കെ, അപ്പം ലാസ്റ്റ് മോഡ്യൂൾസ് ആയിട്ട് ഞാൻ ബാക്കി ക്ലാസ്സുകൾ ഉടനെ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.